ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡക്ക് പെപ്പർ റോസ്റ്റാണ്. നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു 750 ഗ്രാം ഡക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കും. നമ്മുടെ ഡക്ക് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിനായി കട്ട് ചെയ്ത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 200 ഗ്രാം സവോള സ്ലൈസ് ചെയ്തത്, അല്പം കറിവേപ്പില, ഒരു 6 പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, അരമുറി തേങ്ങയുടെ 1/4 പാൽ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഡക്ക് പെപ്പർ റോസ്റ്റ് ഇവിടെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 4 പീസ് തക്കാളി, അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഡക്ക് പെപ്പർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.